Dear students, welcome to the cost accounting class. അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആ പേര് തന്നെയുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്റർ. കോൺട്രാക്റ്റ് അതായത് ഒരു കോൺട്രാക്റ്റ് വർക്കിനെ പറ്റിയാണ് കോൺട്രാക്റ്റ് വർക്കിൻ്റെ കോസ്റ്റിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് വർക്ക് ചെയ്യാന്നുള്ളത്, അതായത് ഒരു കോൺട്രാക്റ്റ് വർക്കിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് അതിൽ വാട്ട് ഈസ് മെൻ ബൈ കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ ഫസ്റ്റ് പറയുന്നത് കോൺട്രാക്റ്റ് എന്താണെന്നാണ്. എ കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് by which one party agrees to undertake and complete a job or a piece of work for an agreed price. Contractor is the person who undertakes the work. Contractee is the person who gives the contract or for whom work is done. അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, രണ്ട് പേര് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം തേർഡ് സെമ്മിൽ ബിസിനസ് ലോ പഠിച്ചിട്ടുണ്ട്. അതിൽ എന്താണ് കോൺട്രാക്റ്റ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ് എന്താണ്, ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു എഗ്രിമെൻ്റാണ്, രണ്ട് പേര് തമ്മിലുള്ള എഗ്രിമെൻ്റാണ് കോൺട്രാക്റ്റ്. അപ്പോൾ കോൺട്രാക്റ്റ് മീൻസ് എന്ത് ബേസിലാണെന്ന് വെച്ചാൽ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്. അതായത് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ബേസിലാണ് എന്ത് നടക്കുന്നത്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ വർക്കാണ് മെയിൻ. ദെൻ കോൺട്രാക്ടർ ഈസ് ദ പേഴ്സൺ ഹൂ അണ്ടർടേക്സ് ദ വർക്ക്. ആരാണോ വർക്ക് ചെയ്യുന്നത്, നമ്മൾ സാധാരണ കാണുന്ന കോൺട്രാക്ടർ, അതായത് എന്താ പറയുക, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആൾ, അയാളെയാണ് നമ്മൾ എന്ത് പറയുക, കോൺട്രാക്ടർ എന്ന് പറയുക. കോൺട്രാക്ടർ ഈസ് ദ പേഴ്സൺ ഹൂ ഗീവ്സ് ദ കോൺട്രാക്ട് ഓർ ഫോർ ഹും വർക്ക് ഈസ് ഡൺ. ആർക്കാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് വർക്ക് ആരാണോ കൊടുത്തത് അയാളെ നമ്മൾ എന്തും പറയും, കോൺട്രാക്ടീ എന്നും പറയും. അപ്പോൾ കോൺട്രാക്ടർ എന്ന് പറഞ്ഞാൽ ആരാണോ വർക്ക് ചെയ്ത് കൊടുക്കുന്ന കോൺട്രാക്ടർ. കോൺട്രാക്ടീ മീൻസ് ആരാണോ വർക്ക് കൊടുത്തത് അയാളെ നമ്മൾ എന്ത് പറയും, കോൺട്രാക്ടീ എന്നും പറയും. അപ്പോൾ അതാണ് കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഫോർ കംപ്ലീറ്റിംഗ് എ ജോബ് ഓർ എ വർക്ക്. ഇനി കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്താണെന്നുള്ളതാണ്. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഈസ് എ ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് where job was undertaken is relatively large and normally takes period longer than year to be getting completed. Contract costing is usually adopted by the contractors engaged in the task of executing civil contracts. അപ്പോൾ കേട്ടില്ലേ, അപ്പോൾ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാതെ, ഒരു വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നൊരു വർക്ക്. അതെപ്പോഴും കൺസ്ട്രക്ഷൻ വർക്കായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കാൻ ഒരു വർഷം കൊണ്ട്, ചിലപ്പോൾ 6 മാസം കൊണ്ടൊന്നും വീട് ഒരിക്കലും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. ചിലപ്പോൾ 1 ഇയർ ആവാം, 2 ഇയർ ആവാം, 3 ഇയർ ആവാം. ഇപ്പോൾ ഒരു ബിൽഡിങ്, നമ്മളെ കോളേജിലെ ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം, 1 ഇയർ 2 ഇയർ വേണ്ടി വരും. അപ്പോൾ അപ്പോൾ ഇവിടെ വർക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ വർക്ക് എന്ത് ചെയ്യാണ്, ഒരു അനദർ ഫിനാൻഷ്യൽ ഇയറിലേക്ക് കൂടെ പോകുന്നുണ്ടെങ്കിൽ അതാണെന്ത്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്താണ്, ഇയർ ടു ബി കംപ്ലീറ്റഡ്, ഒരു മോർ ദാൻ 1 ഇയർ ആണ്. ദെൻ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ഈസ് യൂഷ്വലി അഡോപ്റ്റഡ് ബൈ ദ കോൺട്രാക്ടേഴ്സ് എൻഗേജ്ഡ് ഇൻ ദ ടാസ്ക് ഓഫ് എക്സിക്യൂട്ടിംഗ് സിവിൽ കോൺട്രാക്ട്സ്. സിവിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഞാൻ പറഞ്ഞ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുക. ഇനി എന്താണ് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഡെഫിനിഷൻ CIMA, അതായത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ഇൻ വിച്ച് കോസ്റ്റ് ആർ അട്രിബ്യൂട്ടഡ് ടു ഇൻഡിവിജ്വൽ കോൺട്രാക്ട്. ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റിലാണ് എന്ത് ചെയ്യുക, നമ്മൾ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ചെയ്യുക. അതാണ് ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ എന്താണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഡെഫിനിഷനും നമ്മൾ പറഞ്ഞു. ഇനി ഫീച്ചേഴ്സ്, കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Contracts are generally of large size and therefore a contractor usually carries out a small number of contracts at a particular point of time. അപ്പോൾ കോൺട്രാക്ട്സ് ലാർജ് സൈസാണ്. കോൺട്രാക്റ്റ് വർക്ക് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഒരു കൺസ്ട്രക്ഷൻ വർക്ക് എന്നുള്ള എന്തല്ല, ഒരു സ്മോൾ വർക്കല്ല, ഇസ് എ ലാർജ് സൈസാണ്. ഒരു കോൺട്രാക്ടർ യൂഷ്വലി ക്യാരി ഔട്ട് എ സ്മോൾ നമ്പർ ഓഫ് കോൺട്രാക്ട് അറ്റ് എ പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം. അപ്പോൾ ഒരേ സമയം, ഇപ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു കോൺട്രാക്ട് ഒരിക്കലും ആ ബിൽഡിങ്ങിൻ്റെ പുറകെയല്ല പോവുക, അല്ലല്ലോ. ഇപ്പോൾ ഒരു വീടുണ്ടാക്കുന്ന ഒരു എഞ്ചിനീയർ, ഒരു കോൺട്രാക്ടർ, അവർ ഒരു വീട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടുത്ത വീടും തുടങ്ങും.
ചെയ്യുമല്ലോ, അല്ലാതെ ഒരു വീട് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത് തുടങ്ങുന്നില്ല. അപ്പോൾ ഒരേ സമയം അവർ ഒന്നിൽ കൂടുതൽ വർക്ക് എന്ത് ചെയ്യും, അവർ ഏറ്റെടുക്കും. പക്ഷേ ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ വർക്കിനും ഓരോ പർട്ടിക്കുലർ അക്കൗണ്ട് ആയിരിക്കും അവരെന്ത് ചെയ്യുക നോക്കുക. എല്ലാം ഒരുമിച്ചല്ല ചെയ്യുക. ഒരു വർക്കിന് ഒരു അക്കൗണ്ട്, ഒരു വർക്കിന് ഒരു അക്കൗണ്ട്, അങ്ങനെയാണ് ചെയ്യുക. സെക്കൻഡ് വൺ, എ കോൺട്രാക്ട് ജനറലി ടേക്സ് മോർ ദാൻ 1 year ടു കംപ്ലീറ്റ്. എപ്പോഴും കോൺട്രാക്ട് വർക്ക് എന്താണ്, മോർ ദാൻ 1 year ടു കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ചെയ്യാൻ കൂടുതൽ സമയം വേണം. ദെൻ വർക്ക് ഓൺ കോൺട്രാക്ട് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് ദ സൈറ്റ് ഓഫ് കോൺട്രാക്ട് ആൻഡ് നോട്ട് ഇൻ ഫാക്ടറി പ്രമിസസ്. യെസ്, ബാക്കിയുള്ള നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കോസ്റ്റിങ്ങിലും, ജോബ് കോസ്റ്റിംഗ് ആകട്ടെ, യൂണിറ്റ് കോസ്റ്റിംഗ് ആകട്ടെ, ഇതൊക്കെ എവിടെയാണ് നടത്തുന്നത്, നമ്മുടെ ഫാക്ടറിയിലാണ് നടത്തുന്നത് അല്ലേ. പക്ഷേ കോൺട്രാക്ട് കോസ്റ്റിംഗ് എവിടെയാണ് നടക്കുക, നമ്മളെ ബിസിനസ്സിൻ്റെ യൂണിറ്റിലല്ല നടക്കുക. എവിടെയാണ് നടക്കുക, കോൺട്രാക്റ്റിയുടെ, അതായത് കോൺട്രാക്റ്റിൻ്റെ വർക്ക് സൈറ്റിൽ പോയി നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെയാണ് എന്ത് വരുന്നത്, ഈ ഫാക്ടറി പ്രമിസസിലല്ല വരുന്നത്. ക്യാരിഡ് ഔട്ട് ദ സൈറ്റ് ഓഫ് കോൺട്രാക്റ്റി. ഈച്ച് കോൺട്രാക്ട് അണ്ടർടേക്കൺ ഈസ് ട്രീറ്റഡ് ആസ് എ കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഓരോന്നും പ്രത്യേകം കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് കാണുക. പറഞ്ഞു, എ സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ഈച്ച് കോൺട്രാക്ട് ഇൻ ദ ബുക്സ് ഓഫ് കോൺട്രാക്ടർ ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഈച്ച് കോൺട്രാക്ട്. അപ്പോൾ ഒരു സെപ്പറേറ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്നിൽ കൂടുതൽ വീട് ഒരു കോൺട്രാക്ട് പണി തുടങ്ങി. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കോൺട്രാക്ട് അക്കൗണ്ടും വേറൊരു സ്ഥലത്ത് വേറൊരു കോൺട്രാക്ട് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓരോന്നിലും ഇപ്പോൾ ഈ വീടുണ്ടാക്കിയപ്പോൾ എത്ര ലാഭം, ഈ വീടുണ്ടാക്കിയപ്പോൾ എത്ര ലാഭം, പ്രോഫിറ്റ് ലോസ്, ഇത് ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, കാണണം എന്നാണ് പറഞ്ഞത്. ദെൻ ദ ബൾക്ക് ഓഫ് ഈ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദ കോൺട്രാക്ടേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ഡയറക്റ്റ്. അപ്പോൾ കോൺട്രാക്ടറുടെ എക്സ്പെൻസസൊക്കെ, ബൾക്ക് എക്സ്പെൻസൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. ദെൻ ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് മോസ്റ്റ്ലി കൺസിസ്റ്റ് ഓഫ് ഓഫീസ് എക്സ്പെൻസ് ഓഫ് ദ യാർഡ്സ്, സ്റ്റോഴ്സ്, അതായത് നമ്മളിപ്പോൾ ഇഷ്ടിക സ്റ്റോക്ക് ചെയ്ത് വെച്ചു, അങ്ങനത്തെ യാർഡ്സിന്, അതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ. അത് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റും ഇൻഡയറക്റ്റും, എല്ലാ കാര്യങ്ങളും ഒരുവിധമൊക്കെ ഡയറക്റ്റ് ആയിരിക്കും. ബാക്കി ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ വർക്ക്സ്, ഇങ്ങനത്തെ അക്കൗണ്ടുകളൊക്കെ ചെയ്യാനുള്ളത് മാത്രമായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് എന്താണെന്ന് പറഞ്ഞു, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സും പറഞ്ഞു. ഇനി അതിൻ്റെ ആപ്ലിക്കബിലിറ്റി നോക്കാം. ദ സിസ്റ്റം ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് അഡോപ്റ്റഡ് ബൈ ബിൽഡേഴ്സ്, സിവിൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, എക്സെട്ര. It is suitable for business concern undertaking construction work, engineering projects, etc. It is also adopted in the construction of road, bridge, large estate complex. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്. അല്ലാതെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു സോപ്പ് മാനുഫാക്ചറിങ് കമ്പനിയിൽ എന്തിൻ്റെ ആവശ്യമില്ല, കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കാണ് ആര് വരിക, കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ അപ്ലിക്കബിലിറ്റി വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോൺട്രാക്ട് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ജോബ് കോസ്റ്റിംഗ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്, നമുക്ക് അതിലൂടെ പോവാം. ജോബ് ടേക്സ് എ ഷോർട്ട് ടൈം ഫോർ കംപ്ലീഷൻ. ഓക്കെ, എ കോൺട്രാക്ട് ടേക്സ് എ ലോങ് ടൈം. അപ്പം ജോബിൽ കുറഞ്ഞ സമയം, കോൺട്രാക്റ്റിൽ ലോങ് പീരീഡ് വേണം. ജോബ് വർക്ക് ഈസ് ഡൺ ഇൻ ഫാക്ടറി ആണ്, പക്ഷേ കോൺട്രാക്റ്റ് എവിടെയാണ്, അറ്റ് സൈറ്റാണ്. ജോബ് ഈസ് എ സ്മോൾ കോൺട്രാക്ട് ബട്ട് എ കോൺട്രാക്ട് ഈസ് എ ബിഗ് ജോബ്, അല്ലേ. ഒരു ജോബ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കോൺട്രാക്റ്റാണ്. ഇപ്പോൾ ഒരു ഹോട്ടലിലുള്ള ഭക്ഷണം, ഒരു 100 പേർക്ക് ബിരിയാണി നമ്മൾ ഓർഡർ കൊടുക്കുന്നു. അപ്പോൾ ഹോട്ടലിലുള്ള ആൾ എന്ത് ചെയ്യുന്നു, 100 പേർക്കുള്ള ബിരിയാണി വെക്കുന്നു. അപ്പോൾ അതൊരു ഒരു ചെറിയ കോൺട്രാക്റ്റാണ്. പക്ഷേ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജോബാണ്, അല്ലേ. യെസ്, പ്രോഫിറ്റ് ഈസ് അസർട്ടൈൻഡ് ഓൺലി ഓൺ കംപ്ലീഷൻ ഓഫ് ദ ജോബ്. പ്രോഫിറ്റ് എപ്പം മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യൂ, ഒരു വർക്ക് കഴിഞ്ഞാൽ, ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ പ്രോഫിറ്റ് ക്യാൻ ബി അസർട്ടൈൻഡ് ഈവൻ ഇഫ് ദ കോൺട്രാക്ട് ഈസ് നോട്ട് കംപ്ലീറ്റഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കോൺട്രാക്ട് അക്കൗണ്ട്, ഒരു കോൺട്രാക്ട് വർക്ക് നമ്മൾ ഒന്നിൽ കൂടുതൽ ഫിനാൻഷ്യൽ ഇയറിലാണ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ വർഷത്തെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ ആ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു വർക്ക് പകുതി എത്തിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ ബാക്കി കംപ്ലീറ്റ് എന്ത് കിട്ടി, അങ്ങനെ കണ്ടുപിടിക്കണം. പക്ഷേ ജോബിൽ എന്തേ വരൂ, ആ ജോബ് കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ വരും. പക്ഷേ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, അത് ചിലപ്പോൾ 10 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് അങ്ങല്ല നോക്കുക, നമ്മൾ ഇയർ ബൈ ഇയർ എന്ത് ചെയ്യും, അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ഹൈ, ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഈസ് ലോ. അതായത് നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ജോബിൽ ഇൻഡയറക്റ്റ് എടുക്കും, പക്ഷേ കോൺട്രാക്റ്റിൽ എല്ലാത്തിനും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇൻഡയറക്റ്റ് വളരെ കുറവായിരിക്കും.
സെല്ലിംഗ് പ്രൈസ് ഓഫ് എ ജോബ് ഈസ് പെയ്ഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ജോബ് ഇൻ ഫുൾ. പ്രൈസസ് ഈസ് പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോഗ്രസ് ഓഫ് വർക്ക്. ജോബിന് നമ്മൾ പൈസ എപ്പോഴാണ് കിട്ടുക? നമ്മൾ ജോബെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൈസ കിട്ടും. പക്ഷേ കോൺട്രാക്റ്റ് വർക്കിൽ എന്താണ്, നമ്മളൊരു വീട് പണിയുമ്പോൾ പൈസ അവസാനമാണോ കൊടുക്കുക? അല്ല, നമ്മൾ ഓരോ സമയത്തായിട്ട് നമുക്ക് 1 lakh 2 lakh എന്ത് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കും. കാരണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പൈസ വേണം. അല്ലാതെ ഒരു വീട് എപ്പോഴും എന്തായിരിക്കും, ചിലപ്പോൾ ഇപ്പോൾ 50 lakh വീടൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് പൈസ തരാമെന്ന് പറഞ്ഞാൽ നോ എന്താണ്, അത് പോസിബിൾ അല്ല. കാരണം കോൺട്രാക്ടർക്ക് അത് ചിലപ്പോൾ എന്തായാലും അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ വർക്കിനനുസരിച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിലായിരിക്കും എന്ത് ചെയ്യുക, അവർ കൊടുക്കുന്ന പ്രൈസ് കൊടുക്കുക. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് വേഴ്സസ് ജോബ് കോസ്റ്റിംഗ്. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ ഒരു തിയറട്ടിക്കൽ പോർഷൻസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വാട്ട് ഇസ് മീൻ ബൈ കോൺട്രാക്ട്, ദെൻ കോൺട്രാക്ട് കോസ്റ്റിംഗ്, ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് കോസ്റ്റിംഗ്, അപ്ലിക്കബിലിറ്റി, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആൻഡ് ജോബ് കോസ്റ്റിംഗ്. ഇത് നോട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് എഴുതാം.